സാധാരണ ജനം അസാധാരണ ദൈവവിളി എന്ന ഈ സംഭാഷണ പരമ്പരയിലേക്ക് സിഡ്നിയിലുള്ള ക്രൈസ്റ്റ് സെന്റർ ചർച്ചിന്റെ നാമത്തിൽ ഏവരെയും ഒരു പ്രാവശ്യം കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ അതിഥി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോജി സി മാത്യു അവറുകളാണ്. പ്രിയ കർത്താവിന്റെ ദാസനും കുടുംബവും മധ്യപ്രദേശിൽ താമസിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി അതിശക്തമായിട്ട് ഈ കാലഘട്ടത്തിൽ പ്രയോജനപ്പെടുന്ന ഒരു ദിവാസനാണ്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ ആരംഭകാലങ്ങളിൽ, പ്രത്യേകിച്ച് ബൈബിൾ സെമിനാരിയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പഠിപ്പിക്കുവാനുള്ള കൃപ എനിക്ക് ലഭിച്ചു. ഈ പ്രിയപ്പെട്ടവരൊക്കെ കർത്താവിന് വേണ്ടി ഈ നാളുകളിൽ പ്രയോജനപ്പെടുന്നതിനെ കാണുമ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് ജോജി ഒരു തികഞ്ഞ ലീഡറും നല്ലൊരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ദേവാസനം കൂടെയാണ്. അതോടൊപ്പം പാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിക്കുന്നു, അധ്യാപകനായിട്ടും സേവനമനുഷ്ഠിക്കുന്നു. ഒരുപാട് ദേവദാസന്മാരെ മെന്റർ ചെയ്യുവാനും ഈ കാലഘട്ടത്തിൽ കർത്താവ് ഉപയോഗിക്കുന്നു. അതിലൊക്കെ ഉപരി ശുശ്രൂഷയിൽ വലിയ അനുഭവങ്ങളുടെ ഉടമസ്ഥൻ കൂടെയാണ് പ്രിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോജി സി മാത്യു അവറുകൾ. ദൈവം തമ്പുരാന്റെ കരം ജീവിതത്തിന്റെ പല മേഖലകളിലും കണ്ട് സന്തോഷിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ പ്രിയപ്പെട്ടവന്, പ്രത്യേകിച്ച് തന്റെ കുടുംബത്തെയും കർത്താവ് ഈ നാളുകളിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആ അനുഭവങ്ങളെയാണ് ഇന്ന് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. ഇത് താനുമായിട്ടുള്ള സംഭാഷണത്തിന്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇതിന്റെ രണ്ടാം ഭാഗം ദൈവം വെച്ചാൽ അടുത്ത ആഴ്ചയിൽ സംപ്രേഷണം ചെയ്യും. പ്രിയ കർത്താവിന്റെ ദാസനുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് പാസ്റ്റർ CP മാത്യു അവറുകളാണ്. എന്റെ ജ്യേഷ്ഠ സഹോദരനാണ്. മധ്യപ്രദേശിൽ പ്രിയ കർത്താവിന്റെ ദാസൻ താമസിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി കുടുംബമായിട്ട് പ്രയോജനപ്പെടുന്നു. ഈ പ്രിയപ്പെട്ടവർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ സംക്ഷിപ്ത രൂപം. നമുക്ക് ശ്രദ്ധയോടെ ഈ ദൈവദാസന്മാരുടെ സംഭാഷണം ശ്രദ്ധിക്കാം. എല്ലാവർക്കും ഇത് വലിയൊരു അനുഗ്രഹത്തിന് കാരണമാകും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഒരു പ്രാവശ്യം കൂടി ഓർപ്പിക്കുന്നു. ഇത് മറ്റുള്ളവരുമായി നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രിയപ്പെട്ടവരുടെ സംഭാഷണം കേൾക്കാം. അനുഭവങ്ങളിലൂടെ നമുക്കും ഒന്ന് അയവിറക്കാം. സ്വർഗത്തിലെ ദൈവം അതിനായിട്ട് നമ്മളെല്ലാവരും സഹായിക്കുമാറാകട്ടെ. മറക്കരുത്, ഓർഡിനറി പീപ്പിൾ, എക്സ്ട്രാ ഓർഡിനറി കോളിംഗ്. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രൈസ്റ്റ് സെന്റേർഡ് ചർച്ച് സിഡ്നി ഡോക്ടർ തോമസ് ഫിലിപ്പിനാൽ നടത്തപ്പെടുന്ന സാധാരണ വ്യക്തി അസാധാരണ വിളി എന്ന ഈ പരമ്പരയിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി വന്നിരിക്കുന്നത് ബഹുമാനമുള്ള പാസ്റ്റർ ജോജി സി മാത്യു ആണ്. താന് അനേക വർഷങ്ങളായിട്ട് വടക്കേ ഇന്ത്യയിൽ കർത്തൃവേല ചെയ്യുന്നയാളെയാണ്. പല ഉത്തരവാദിത്തങ്ങൾ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ദൈവം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മോടൊപ്പം തന്നെ ഈ സംഭാഷണത്തിലേക്ക് വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ കർത്തൃദാസന്റെ ബാല്യകാല ജീവിതം, തൻ്റെ ജന്മദേശം, തൻ്റെ സ്കൂൾ ജീവിതം ഇത്യാദി കാര്യങ്ങൾ സംക്ഷിപ്തമായിട്ട് കർത്തൃദാസൻ ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. പ്രത്യേക ആസ്ട്രേലിയയിൽ നിന്ന്, സിഡ്നിയിൽ നിന്ന് എന്നെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച പ്രിയ ഞങ്ങളുടെ സാർ, ഞങ്ങൾ ജോയ് സാർ എന്നാണ് വിളിക്കുന്നത്, എങ്കിലും ഡോക്ടർ തോമസ് ഫിലിപ്പ് ക്രൈസ്റ്റ് സെന്റേർഡ് ചർച്ചിന്റെ ഡയറക്ടറായിരിക്കുന്ന കർത്തൃദാസിനെ ഞാൻ ദൈവസ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവമായ കർത്താവ് കർത്തൃദാസിനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന ആശംസയോടുകൂടെ ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ ബാല്യകാല ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിൽ തന്നെ ഞാൻ ജനിച്ചു വളർന്നതാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ CSI ബാക്ക്ഗ്രൗണ്ടാണ്. എൻ്റെ വീട്ടുപേര് ചെട്ടേട്ടെന്നാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവ്, മാതാവ്, സഹോദരി, സഹോദരൻ, ഞാനാണ് ഏറ്റവും മൂത്തത്.
അതുകൊണ്ട് ഞങ്ങളൊരു ക്രിസ്തീയ ഭവനത്തിൽ വളർത്തപ്പെട്ടതുകൊണ്ട് ബൈബിളിനെ കുറിച്ചുള്ള കുറച്ച് അറിവുകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ കർത്താവിനോട് അടുക്കുവാൻ ഇടയായത് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടല്ല. വാസ്തവത്തിൽ അതിന് ആധാരമായിരുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നത് പോലെ എന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്കേറെ ഗുണമായി. ഇന്ന് എനിക്ക് പറയാൻ കഴിയുന്ന സാക്ഷ്യം ക്രിസ്തു യേശുവിലുള്ള ആ കഷ്ടത എന്നെ ക്രിസ്തുവിനോട് അടുപ്പിച്ചു, സ്വർഗത്തോട് അടുപ്പിച്ചു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഭവനത്തിൽ കൊച്ചിലെ മുതൽ നാട്ടിൽ അറിയപ്പെടുന്ന തന്നെ ഒരു ഗൾഫുകാരന്റെ മകൻ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. കാരണം എനിക്ക് അറിവ് വെക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പിതാവ് ഗൾഫിൽ പോയതാണ്, ദുബൈയുടെ സ്ഥലത്തേക്ക്. എനിക്കറിവേയില്ല എപ്പോഴാ പോകുന്നുള്ളതൊന്നും എനിക്കൊരു ഓർമ്മയില്ല. അതിനുശേഷം ആദ്യം ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് പിതാവ് ഗൾഫിൽ നിന്ന് മടങ്ങി വന്നു. ഒരു ലീവിന് വേണ്ടി വന്നതാണ്. പക്ഷേ അതിനുശേഷം പിന്നെ എൻ്റെ പിതാവ് പോയിച്ചു വരുന്നത് 5 വർഷം, 7 വർഷം, 8 വർഷം ഇങ്ങനെയുള്ള നീണ്ട വർഷങ്ങളുടെ ഗ്യാപ്പിന് ശേഷം. ഈ സമയത്ത് ഭവനത്തില് ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. എൻ്റെ മമ്മിയുടെ വീട് കുമ്പനാട്ടാണ്. മമ്മി കുമ്പനാട്ട് ചെള്ളയത്ത് ഫാമിലിയിലെയാണ്. അതുകൊണ്ട് അമ്മാച്ചന്മാരൊക്കെ വിദേശത്തൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എൻ്റെ ചെറുപ്രായത്തിൽ ഒത്തിരി കഷ്ടങ്ങൾ ഞാൻ അറിഞ്ഞിരുന്നില്ല. ഏതാണ്ട് 12ാം ക്ലാസ് പഠിക്കുന്നിടം വരെ സത്യം പറഞ്ഞാല് ഞാൻ നാട്ടിലെ ഡ്രസ്സിനെക്കാൾ കൂടുതലും ഫോറിൻ ഡ്രസ്സുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ എൻ്റെ പിതാവിന്റെ വരവെന്ന് പറഞ്ഞാൽ നല്ല ഗൾഫുകാരെ പ്പോൾ തന്നെയാണ് വന്നത്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അന്നത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ആദ്യം പോയി പപ്പ 1.5 വർഷം കഴിഞ്ഞ് അതിനുശേഷം ബൈബിൾ വചനം പറയുന്നത് പോലെ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യാനുള്ള കഴിവുള്ള ദൈവം അമ്മയുടെ ഉദരത്തിൽ നമ്മളാകുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മളെ കണ്ടിട്ടുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ ദൈവം നമ്മളെ കണ്ടിരുന്നത് കൊണ്ട്, ദൈവത്തിന് എന്നെ കുറിച്ചൊരു പ്രത്യേക പ്ലാനും പദ്ധതികളും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവത്തിന് അറിയാമായിരുന്നു ഈ ധനത്തിന്റെ പെരുപ്പത്തിൽ പോയാൽ എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട്. എല്ലാം ദൈവത്തിന് അറിയാമല്ലോ. ദൈവം എന്നെ ആ രീതിയിൽ വിട്ടില്ല. എന്നെ ദൈവപൈതലാക്കി തീർക്കേണ്ടതിന്, കർത്താവിന്റെ ഒരു അഭിഷിക്ത ദാസനാക്കി തീർക്കേണ്ടതിന്. പ്രത്യേകിച്ച് ഞാൻ പറയാം, നോർത്ത് ഇന്ത്യയിൽ കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ ദൈവം എന്നെ മുന്നമേ കണ്ടതുകൊണ്ട് എന്നെ ആ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കൂടെ അയക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ കൊച്ചിലെ എൻ്റെ പിതാവ് ഗൾഫിൽ പോയി. ഭവനത്തിൽ അത്ര വലിയ സാമ്പത്തികമായ മെച്ചം ഉണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ ദൈവം അടച്ചു വെച്ചിരിക്കുക. ആദ്യം പോയിച്ചു വന്നപ്പോൾ നല്ല രീതിയിലാണ് വന്നത്. അന്നൊക്കെ ഞങ്ങളുടെ ദേശത്ത് ഇത്രയും നല്ല രീതിയിൽ ഗൾഫിൽ നിന്ന് വന്ന ആളിനെ എൻ്റെ അറിവിൽ എൻ്റെ പിതാവിനെ ഞാൻ കണ്ടത്. പക്ഷെങ്കിൽ അതിനുശേഷം കഷ്ടമായി, പ്രശ്നമായി. എൻ്റെ അമ്മാച്ചന്മാരൊക്കെ ഗൾഫിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ പട്ടിണി കിടന്നില്ല ആ സമയങ്ങളൊന്നും. കാരണം ഉച്ചവരെ അവധി കിട്ടിയാലും നേരെ കുമ്മനാടിന് അങ്ങ് പോകും, മമ്മിയുടെ വീട്ടിലോട്ട് അങ്ങ് പോകും. അന്ന് ബിജു ട്രാവൽസ് എന്ന് പറഞ്ഞൊരു ബസ്സുണ്ട്. എൻ്റെ ഉപ്പാപ്പന് മല്ലപ്പള്ളി സെൻട്രൽ കടയുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പം അവിടാണ് മിക്കവാറും വണ്ടിക്കാരെല്ലാം വന്ന് ഇറങ്ങുകയും നാരങ്ങ വെള്ളം കുടിക്കുക. അന്നത്തെ കടയാ അത്. അപ്പം ഉച്ചയ്ക്ക് അവധി കിട്ടുമെന്ന് പറഞ്ഞാൽ എടുത്ത് ബിജു ട്രാവൽസിന്റെ ഡ്രൈവർ സീറ്റിലോട്ട് അങ്ങ് വിടുകയുള്ളൂ. ഞാൻ ഇവിടുന്ന് കൊണ്ട് ആ മെയിൻ റോഡിലായതുകൊണ്ട് ഡ്രൈവർ എന്നെ ഇറക്കി അങ്ങ് മമ്മിയുടെ വീട്ടിലോട്ട് കൊടുക്കത്തേ ഉള്ളൂ. പിന്നെ അടുത്ത പാഴ്സൽ വരുന്ന പോലെ തിരിച്ച് ഇങ്ങോട്ടും കയറ്റി വിടും. ഇങ്ങനെ എൻ്റെ ബാല്യകാലം എപ്പോഴും കുമ്മനാട്ടാണ് ഞാൻ കൂടുതലും എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവില് ഞാൻ വളർന്നത്. പക്ഷെങ്കിൽ അങ്ങനെ പോയി. പക്ഷെ എൻ്റെ മമ്മി ഒത്തിരി വളരെ ഭാരത്തിലായിരുന്നു, പ്രയാസത്തിലാണ്. കാരണം എല്ലാവരും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ഞങ്ങൾ ഞെരുങ്ങി. ആ സമയത്ത് വിടുതലിനു വേണ്ടി നാട്ടിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ അനേക പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ കടന്നു പോകുമായിരുന്നു. അതില് ആദ്യം എൻ്റെ അറിവിൽ ഏറ്റവും ആദ്യം പോലെ കോട്ടയത്തെ കഞ്ഞിക്കുഴി തോമാച്ചയൻ എന്ന് പറയുന്ന ഒരു മർത്തോമ ഒരു സുവിശേഷ പ്രസംഗം ഉണ്ടായിരുന്നു. അവിടെ പെന്തക്കോസ്തുകാരും ഒത്തിരി ആൾക്കാർ പോകാറുണ്ട്. അന്നേരം ഞാൻ വീട്ടിൽ മൂത്തതായിരുന്നത് കൊണ്ട് എന്നെ മമ്മി കൂടെ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഞാൻ പോകും, അവിടെ പോയി ആരാധനയ്ക്ക് കൂടും. അതുകൊണ്ട് കൊച്ചിലെ മുതൽ ഒരു പെന്തക്കോസ് മോഡൽ പോലുള്ള ആരാധന മർത്തോമയിൽ നിന്ന് ഞാൻ കണ്ടു. ഞങ്ങളുടെ CSIയിലും നല്ല ആരാധനയൊക്കെ ഉണ്ട്. പക്ഷെ അത് വേറൊരു മോഡൽ ആയിരുന്നെങ്കിൽ പോലും ഈ കഞ്ഞിക്കുഴി തോമാച്ചാൻ്റെ അവിടെ നിന്ന് പറഞ്ഞാൽ പെന്തക്കോസ് പോയി ചർച്ചിൽ ഇരിക്കുന്ന പോലെ നിലത്തിരുന്ന് കൈയടിച്ച് പാട്ടുപാടി അവിടുത്തെ പ്രസംഗം കേട്ടൊക്കെ വരും. പക്ഷെ ഞാൻ കൊച്ചിയിലെ പോകുന്നതിന് വേറെ ഇഷ്ടം എന്നാന്ന് ചോദിച്ചാല് മമ്മിയോട് ഇപ്പോഴും വരും. പിന്നെ ഉച്ചയാകുമ്പം ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറും, പൊറോട്ട ഇറച്ചിയൊക്കെ കിട്ടും, നമ്മൾ അത് ഉദ്ദേശമൊക്കെ പോകും. പിന്നെ അങ്ങനെ ഇങ്ങനെ ഞങ്ങളുടെ യാത്ര തുറന്നുകൊണ്ടിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആ സമയത്ത് എത്രാമത്തെ വയസ്സിലാണ് പാസ്റ്റർ രക്ഷിക്കപ്പെടുന്നത്, യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതും സുവിശേഷ വേലയെക്കുറിച്ചുള്ള ആ ഒരു താല്പര്യവും സമർപ്പണവും ഏത് സമയത്താണ് ഉണ്ടായത്? ഒന്ന് വിവരിക്കാം. തീർച്ചയായിട്ടും അതിന്റെ എനിക്കൊരു പ്രത്യേക അനുഭവം യേശുവിനെ രക്ഷിതാവ് സ്വീകരിച്ചതിന് ഉണ്ട്. ഇങ്ങനെ ഞങ്ങൾ ഈ യാത്ര തുടർന്നു പോകുന്ന സമയത്ത് ഞങ്ങൾ മല്ലപ്പള്ളി, ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ CSIയുടെ ഒരു ചാപ്പൽ,
എന്റെ അറിവ് കറക്റ്റ് ശരിയാണെങ്കിൽ ഞാൻ 4ാം ക്ലാസ്സിൽ എങ്ങോട്ട് പഠിക്കുന്ന സമയമാണ്. നാടൻ ഭാഷ പറഞ്ഞാൽ നിക്കറൊക്കെ ഇട്ട് നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഒരു CSA ഉപദേശി ഞങ്ങളുടെ ആ ചാപ്പലിൽ പ്രസംഗിക്കാൻ വന്നു. ദൂരെ നിന്ന് വന്ന ആളാണ്. അദ്ദേഹം ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചു. എനിക്ക് യേശുവിനെ ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. യേശുവിന്റെ ജീവിതവും കാര്യങ്ങളൊക്കെ എന്നെ ഒത്തിരി അട്രാക്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചിലെ പോലെ ഞാൻ ഈ ചർച്ചിലും പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. വചനം കേട്ട് എന്റെ ഉള്ളിൽ ഒരു താല്പര്യമുണ്ട്. എനിക്കൊരു അച്ഛനാകണമെന്ന് എന്റെ കൊച്ചിലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛനാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനായിട്ട് ഈ കള്ളുകുടിയന്മാരെയും സിഗരറ്റ് വലിക്കുന്നവരെയും ഒക്കെ മാനസാന്തരപ്പെടുത്തി ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹമാണ് എന്റെ കൊച്ചിലെ കിടന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ആ ചർച്ചിൽ പോയപ്പം ഈ ദേവദാസൻ CSA ഉപദേശി അദ്ദേഹം യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് പ്രസംഗിച്ചു. അന്ന് അദ്ദേഹം ക്രൂശീകരണത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം കരയാണ്. ലിറ്ററലി അദ്ദേഹം കരയാണ്. ചങ്ക് തകർന്ന് ഇന്നും എനിക്ക് ആ ഫീലിംഗ് ഉണ്ട്. അദ്ദേഹം കരഞ്ഞെന്ന് കണ്ണിക്കൂടെ ധാരധാരയായി കണ്ണുനീർ ഒഴുകുമ്പോൾ അദ്ദേഹം പ്രസംഗിച്ച് അവസാനം ഇങ്ങനെ ചോദിച്ചു, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ കൈ ഉയർത്താൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഈ ക്രിസ്തുവിന്റെ കാര്യം ശ്രദ്ധിച്ചിരുന്നപ്പോൾ എനിക്ക് യേശുവിനുള്ള സ്നേഹം കൊണ്ട് ഞാൻ അറിയാതെ എന്റെ കൈ അങ്ങ് ഉയർത്തി. ആരോ എന്റെ കൈ പൊക്കിയതുപോലെ പൊക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് ബോധം, അയ്യോ ഇത് ചർച്ച ആണല്ലോ. ഞാൻ പരിസരം നോക്കി ആരുമില്ല. സഹോദരിമാരുടെ സൈഡിൽ എന്നെക്കാളും 2 വയസ്സ് മൂത്ത മറ്റൊരു സാറിന്റെ മകളുണ്ട്. ആ സഹോദരിയും കൈ ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഞങ്ങൾക്ക് 2 അബദ്ധം പറ്റി. എനിക്കിനി അബദ്ധം പറ്റിയതാണോ? കാരണം ഒത്തിരി പേരുണ്ട്. കാരണം എന്നെക്കാട്ടും പ്രായമുള്ളവരും അറിവുള്ളവരൊക്കെ ഇത്ര ഇരുന്നിട്ട് അവരാരും കൈ പൊക്കുന്നില്ല. ഞാൻ പൊക്കിയിട്ടുണ്ട് കൈ. പിന്നെ വേറെ സിസ്റ്റം പൊക്കിയിട്ടുണ്ട്. പക്ഷെ ഏതായാലും ഞാനൊരു തീരുമാനിച്ചു, ഏതായാലും പൊക്കിയ കൈ അവിടെ നിൽക്കേണ്ടത് കണ്ടു. ഞാനത് താത്തില്ല. അവിടെ അങ്ങനെ ഞാൻ നിന്നു. പിന്നെ അദ്ദേഹം പ്രാർത്ഥിച്ചു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഞാൻ തിരിച്ചങ്ങ് പോയി. തിരിച്ചു പോയപ്പോൾ എന്റെ മനസ്സൊന്നും ദൈവം ഞാൻ വലിയ അബദ്ധം വല്ലതും കാണിച്ചാണോ? അല്ല, നന്മ എന്തോ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിൽ ഇങ്ങനെ ആത്മാവ് പറയുന്നുണ്ടായിരുന്നു. അന്ന് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ക്രിസ്ത്യൻ അനുഭവങ്ങളെ കുറിച്ചില്ല. എന്നാൽ ദൈവസ്നേഹത്തിലും ദൈവഭയത്തിലും ക്രിസ്തുവിനോടുള്ള അഗാധമായ സ്നേഹം എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഞാൻ വീട്ടിൽ പോയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് ചാപ്പലി വന്നപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ എൽഡർ ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു. അപ്പച്ചൻ എന്നെ കണ്ണു ഓൺ വെച്ചു, മോനെ നീ എവിടെ പോയായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പച്ചൻ ഞാൻ വീട്ടിൽ പോയായിരുന്നു. അയ്യോ, ആ ഉപദേശം നിന്നെ ഒത്തിരി തിരക്കി, നിന്നെ കുറിച്ച് ഒത്തിരി ചോദിച്ചെന്ന് പറഞ്ഞു. നീ ഇന്ന് കർത്താവിനോട് സമർപ്പിച്ച അദ്ദേഹത്തിന് വലിയ താല്പര്യമായെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ അബദ്ധമല്ല കാണിച്ച, സത്യമായിട്ടും ദൈവം ആഗ്രഹിച്ച കാര്യം എന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവാത്മാവ് ചെയ്തതാണ്. അങ്ങനെ അന്ന് എന്റെ വിശ്വാസമാണ്, അന്ന് എന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതി ഞാൻ എന്റെ രക്ഷ ഉണ്ടായി. ഓക്കെ, അതോടനുബന്ധിച്ച് ആ സമയ കാലയളവിന് ശേഷം ബോംബെ പട്ടണത്തിൽ ദേവദാസൻ വന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവം ബോംബെയിൽ വരാൻ കാരണം അവിടെ എത്ര വർഷങ്ങൾ ചെലവഴിക്കാനും ആത്മീയ കൂട്ടായ്മ ആചരിപ്പാനുള്ള ഭാഗ്യം ദൈവം തന്നു എന്ന് വിവരിക്കാം. തീർച്ചയായിട്ടും. ഞാൻ അതിനുശേഷം പിന്നെ ധീരെ ധീരെ യൗവനകാലത്തിലോട്ട് കടന്നു. യൗവനകാലത്തിൽ കടന്നു വന്നപ്പോൾ പിന്നെ ഞാൻ വെറുത്തതിനെയൊക്കെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി. അങ്ങനെ ചുരുക്കം പറഞ്ഞ ഒരു മദ്യപാനം, തല്ലിപ്പൊളി, കൂട്ടുകെട്ട്, ഇങ്ങനെ കോളേജ് ലൈഫ്. ഞാൻ മല്ലപ്പള്ളി തുരുത്തിക്കാട് കോളേജിലാണ് ഡിഗ്രിക്കൊക്കെ പഠിച്ച്. പിന്നെ അവിടുത്തെ പാർട്ടി, അവിടുത്തെ ബഹളം, ഇങ്ങനെയുള്ള നടന്ന് ജീവിതത്തിൽ ഇതിനിടയ്ക്ക് എന്നെ ഏറ്റവും വലിയ ഭരിച്ച കാരണം ഞാൻ പറഞ്ഞ എന്റെ പിതാവിന്റെ കാര്യം. അതെന്നെ ഒത്തിരി ഭാരപ്പെടുത്തി. കാരണം അപ്പനുണ്ടായിട്ടും അപ്പനില്ലാത്തവനെ പോലെ ഞാൻ വളർന്നു. ഒരു സമയത്ത് ഞാൻ ഒരു ഭ്രാന്തനായെന്ന് പറയാം. കാരണം എന്റെ അയൽപക്കത്തുള്ള സഹോദരങ്ങളൊക്കെ കൂട്ടുകാരുടെ അപ്പന്മാരും ഈ പിള്ളേരുമായിട്ടൊക്കെ ചേർന്ന് കളിക്കുന്നു, രസിക്കുന്നു കണ്ടപ്പോൾ എന്റെ ഉള്ളിലും വലിയൊരു കൊതി ഉണ്ടായിരുന്നു. എനിക്കും എന്റെ അപ്പനെ കാണണം. അപ്പം ഇടയ്ക്ക് വരും, കടന്നു പോകും. പക്ഷെ എപ്പം വരുന്നു എപ്പം പോന്നു. അതുകൊണ്ട് അപ്പനും മോനുമായിട്ടുള്ള ബന്ധമൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ആ രീതിയിൽ ഒത്തിരി പ്രയാസപ്പെട്ടൊക്കെ ഒത്തിരി കള്ളും കുടിക്കുകയും അങ്ങനെയൊക്കെ രീതിയിലൊക്കെ പോകുമായിരുന്നു. പക്ഷെങ്കിൽ അതിനുശേഷം പല മീറ്റിങ്ങുകളൊക്കെ പോവുകയൊക്കെ ചെയ്തെങ്കിലും ഒരു ദിവസം ഞങ്ങളുടെ മമ്മി കണ്ടമ്പൂർ ജോൺസൺ അച്ഛൻ എന്നും പറഞ്ഞൊരു അച്ഛൻ്റെ അടുത്ത് പോകാൻ. അതിനു മുമ്പ് കഞ്ഞിക്കുഴി തോമാച്ചൻ്റെ അവിടെ പോയി. അതിനുശേഷം പിന്നെ പരുമല തിരുമേനിയുടെ അവിടെ വർഷങ്ങൾ ഞങ്ങൾ പോകുമായിരുന്നു. മെഴുകുതിരി കത്തിക്കാനും പിന്നെ സാമ്പ്രാണി, ഇങ്ങനെയുള്ള അവിടുത്തെ കാര്യങ്ങൾ പോകുമായിരുന്നു. ഇതിനിടയ്ക്ക് മറ്റൊരു ബന്ധുക്കോസ് കൂട്ടായ്മ ഉണ്ടായിരുന്നു തിരുവല്ല, മാത്തുക്കുട്ടി ഉപദേശി എന്ന് പറയും. ബന്ധുക്കോസാണ്. അവിടെ ഒത്തിരി ആൾക്കാർ വരികയും പ്രാർത്ഥി. ഇവിടെ എല്ലാം പോയെങ്കിലും ഒരു ഗതിയൊന്നും ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായില്ല. ഞാൻ നാട്ടിൽ പറയുന്നതുപോലെ എനിക്കുണ്ടേൽ എന്നാ എനിക്കില്ലേൽ എന്നാ, എന്റെ ഭർത്താവ് പേർഷ്യയിലാണെന്നൊരു ചൊല്ലുണ്ട്. അതാണ് എന്റെ മമ്മിയുടെ ഗതി. എന്റെ ഗതി എന്ന് പറഞ്ഞാൽ പേർഷ്യക്കാരന്റെ മകൻ എന്നുള്ള രീതി ഞാനും ജീവിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെതായ യാതൊരു നന്മകളോ
ആ ഒരു സെറ്റപ്പ് ഒന്നുമില്ല. അതിനെക്കാട്ടിലും കൂടുതൽ എന്റെ പപ്പ പോയതിനു ശേഷം പോയിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ ധാരാളം പൈസയായി, എല്ലാവരും നല്ല സെറ്റപ്പിലായി. എനിക്ക് അതും ഒരു വലിയ പ്രയാസമായിരുന്നു. പക്ഷെ അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ലാസ്റ്റിൽ ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ മല്ലപ്പള്ളി തിരുമാലയുടെ മഹാദേശ ക്ഷേത്രം എന്ന് പറയുന്ന അമ്പലത്തിൽ ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരാളും കൂടെ ബാല കാണാനായിട്ട് പോയി. രാത്രിയിൽ അവിടെ അടുത്തുള്ള ബാറിൽ കയറി ധാരാളം മദ്യപിച്ച് കഴിച്ച് കുടിച്ച് അന്ന് രാത്രിയിൽ 6-ന്റെ ആറ്റിക്കടക്കുക മണത്തിട്ടത്. അന്ന് രാത്രി ഞാൻ ഒത്തിരി ഛർദ്ദിച്ചു. അതിന് മുമ്പ് കുടിക്കുകയൊക്കെ ചെയ്യായിരുന്നെങ്കിൽ ഛർദ്ദിലില്ലായിരുന്നു. അന്ന് രാത്രി കുടിച്ച് ഛർദ്ദിച്ച് അവിടെ കിടന്ന് അവിടുത്തെ അഴുക്ക് വെള്ളം എടുത്ത് ആ മല്ലപ്പള്ളി മാർക്കറ്റിലെ, അതായത് ആൾക്കാരെല്ലാം വന്ന് വൃത്തിയാക്കുന്ന ആ കുറച്ച് സ്ഥലത്തേ ഉള്ളായിരുന്നു. അന്ന് ഉണക്കുള്ള സമയമാണ്. ആ അഴുക്ക് വെള്ളം എൻ്റെ വായിലെടുത്ത് ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ ദൈവമേ, ഈ ഗതികേട് എന്റെ ജീവിതത്തിൽ ഉണ്ടായല്ലോ എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഞങ്ങൾ ആറ്റുമട്ടയ്ക്കാണെങ്കിൽ ഞാൻ ബ്രഷ് ഒന്നും ചെയ്തിട്ടൊന്നും ആറ്റിലെ വെള്ളമല്ല വായിൽ ഒഴിക്കുന്നത്. പക്ഷെ അന്ന് പാലും നാടകമൊക്കെ കണ്ട് വീട്ടിൽ വന്നപ്പോൾ എന്റെ മമ്മി എന്നോട് പറഞ്ഞാൽ ഇനിയെങ്കിലും പോയി ഒന്ന് ഗതി പിടിക്കാൻ പറഞ്ഞു. അന്ന് ചോദിച്ചു ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാം. പലവട്ടം ഒന്ന് നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. ഞാൻ മനഃപൂർവ്വം മദ്യപിക്കുമായിരുന്നു, പ്രാർത്ഥിച്ചിട്ട് മദ്യപിച്ചിട്ടുള്ള സമയങ്ങളുണ്ട് ദൈവത്തെ കോപിപ്പിക്കാനായിട്ട്. പക്ഷെ അതിനുശേഷം കണ്ടമ്പൂർ ജോൺസൺ അച്ഛൻ എന്ന് പറഞ്ഞ റാന്നിയില് ഒരു മർത്തോമയിലെ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു. അവിടെ പോയി ഒരു ദിവസം ഞാൻ അച്ഛനകത്ത് കയറിയില്ല, വെളിയിൽ നിന്ന് ഇങ്ങനെ മെസ്സേജ് കേട്ടുകൊണ്ട് ഇപ്പൊ അച്ഛൻ പ്രസംഗിക്കാൻ കയറിയപ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് വചനം ഇടിച്ചു കയറാനിടയായി. അപ്പൊ അതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിക്കുന്നു എന്ന് ഉപദേശിമാരെല്ലാം പ്രസംഗിക്കുന്നു, ചർച്ചിലെ അച്ഛന്മാർ പ്രസംഗിക്കുന്നു, തിരുമാനിമാര് പ്രസംഗിക്കുന്നു. പക്ഷെ എനിക്കെങ്ങനെ അറിയാം എന്റെ പാപം കഴിയുന്നത്? എനിക്ക് എങ്ങനെ മനസ്സിലാവും? ഞാൻ ഈ ഒരു വലിയൊരു ക്വസ്റ്റ്യനുമായിട്ട് നടക്കുകയായിരുന്നു. പക്ഷെ അന്ന് അച്ഛൻ അത് പ്രസംഗിച്ച സമയത്ത് അവിടെ പറഞ്ഞ ഓരോ വചനങ്ങളും എന്റെ ഹൃദയത്തിലേക്ക് തുളച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തതും ഞാൻ അനുഭവിച്ചതും റിസീവ് ചെയ്തതുമായ അനുഭവം എന്ന് പറഞ്ഞാൽ എന്നെ ആരോ കഴുകുന്നത് പോലെ എനിക്ക് തോന്നി. അന്ന് ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടവനായി സന്തോഷമുള്ളവനായി ഞാൻ ആ മീറ്റിംഗ് കടന്നുപോയി. പിന്നെ തുടർന്ന് പല മീറ്റിങ്ങിൽ കടന്നുപോയി. പിന്നെ പെന്തക്കോസ്തുകാരുടെ മീറ്റിങ്ങിന് പോയി. പിന്നെ അതിനിടയ്ക്ക് മല്ലപ്പള്ളി IPCയിൽ കടന്നുപോയി. അവിടെ സ്നാനപ്പെടുവാൻ എടുത്തിരുന്നു. പിന്നെയും CCPൽ തന്നെ നാളുകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പക്ഷെ ആ പള്ളിക്കകത്തിരിക്കുമ്പോൾ എനിക്ക് ഇരിക്കാനൊക്കുന്നില്ല. പരിശുദ്ധാത്മ ശക്തി കാരണം എനിക്ക് സ്തോത്രം പറയണം, ഹല്ലേലൂയ പറയണം, കൺട്രോൾ ചെയ്യാനൊക്കുന്നില്ല. ഞാൻ ചെറുതായിട്ട് സ്തോത്രം പറയും, ചെറുതായിട്ട് ഹല്ലേലൂയ പറയും. പ്രാക്ടീസ് ഒന്നും ഇല്ല. പക്ഷെ അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കാർ നോക്കാൻ തുടങ്ങി. എനിക്ക് അതെന്നെ നോക്കുന്നുണ്ട്. എനിക്ക് വലിയ നാണക്കേട് പോലെ തോന്നി. അങ്ങനെ ഇന്നിപ്പോൾ എൻ്റെ ഉപ്പാപ്പൻ ബന്ധുക്കോസിലുണ്ടായിരുന്നു. അവള് പാരമ്പര്യക്കാരല്ല, പുതിയതാണ്. ആ പുള്ളി ഒരിക്കൽ എന്നോട് പറഞ്ഞിടാ, നീ ഇങ്ങനെ പോയാൽ പണ്ടത്തേന്റെ പിന്നത്തേതാകുമെന്ന് പറഞ്ഞു. അതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. അടുത്ത ഞായറാഴ്ച ഞാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് മല്ലപ്പള്ളി ചർച്ചക്കോടിയിൽ ഒന്ന് പോയതാ. അന്ന് അവിടെ പോയപ്പോൾ ആൾക്കാരെല്ലാം ഭയങ്കര ശബ്ദത്തിൽ ആരാധന. എനിക്ക് ഒന്നാമത് ഈ പെന്തക്കോസ്തിന്റെ ആരാധന ഭയങ്കര അലർജിയാണ്, സൗണ്ട് ഇതെല്ലാം. അന്ന് കൊച്ചൊരു ചർച്ചാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊന്നും അല്ലായിരുന്നു, ആ ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ആള് മാറിയവനെ പോലെ ഞാൻ ഉറക്കെ ഹല്ലേലൂയയും ആരാധിക്കുകയും സന്തോഷം കൊണ്ട് ഭ്രാന്ത് പിടിച്ച ഒരു അനുഭവത്തിലേക്ക് മാറി. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി ജീവിക്കുകയാണെങ്കിൽ ഈ ജാതിയുടെ കൂടെ പോകും. അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് തീരുമാനിച്ചു. അന്ന് പോലെ പെന്തക്കോസ്തിൽ പോയി. അതിനുശേഷം ഞാൻ ബോംബെയിലേക്ക് കടന്നു പോകാൻ ഇടയ്ക്ക് ആ സമയത്താണോ നിങ്ങളുടെ അവിടെയുള്ള ആ മലയുടെ മണ്ടയ്ക്ക് കയറി വെളുപ്പിനെ ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അത് ആ സമയത്താണോ അതോ ബോംബെയിൽ പോയിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാണോ ഈ സംഭവങ്ങൾ നാട്ടുകാരെ വിളിച്ചുണർത്തുന്ന ഹല്ലേലൂയയുടെ ശബ്ദം കേട്ട്? അതൊരു ഭയങ്കര ഒരു അനുഭവമാണ്. കാരണം ഞാൻ പെന്തക്കോസ്തിൽ പോയപ്പോഴത്തേക്കും ഇത് പറയുമ്പോൾ തന്നെ എന്റെ ശരീരത്തെ ഒരു പെരുപ്പാണ്. കാരണം ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറഞ്ഞറിയാൻ എപ്പോഴും എന്റെ തല പെരുക്കുക. കാരണം ഞാൻ ഒരു പാപിയായിരുന്നു. ഈ പാപിയായിരുന്നു. എനിക്ക് യേശുക്രിസ്തുവിൽ കൂടെ രക്ഷ സൗജന്യമായി ലഭിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ പാപങ്ങളെല്ലാം മാറിക്കഴിഞ്ഞാൽ ഒരു പുതിയ സൃഷ്ടിയായി. സത്യം പറഞ്ഞ മാനസാന്തരപ്പെടുന്നതിന്റെ സുഖവും അതിന്റെ സന്തോഷവും എല്ലാം ഞാൻ യേശുക്രിസ്തുവിനെ അറിഞ്ഞ കണ്ടമ്പരും മർത്തോമ പള്ളിയുടെ ആ അകത്തല്ല പുറത്തുനിന്ന് അനുഭവിച്ച എക്സ്പീരിയൻസ് എന്നെ ഒരു ഭ്രാന്തനാക്കി, ആത്മീയ ഭ്രാന്തനാക്കി മാറ്റിയപ്പോൾ പിന്നെ ഞാൻ പണ്ട് ലജ്ജിച്ചത് എനിക്ക് അഭിമാനമായി. കാരണം പിന്നെ ഞാൻ ഉറക്കെ ഹല്ലേലൂയ പറയാൻ തുടങ്ങി. പിന്നെ പെന്തക്കോസ്ത് അനുഭവത്തിൽ പോയപ്പോഴത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി വ്യാപരിച്ചപ്പോൾ ഞാൻ എപ്പോഴും ഉറക്കെ ഹല്ലേലൂയ പറയാം. പിന്നെ എൻ്റെ ആഗ്രഹമാണ് ഇനി ഞാൻ എൻ്റെ വാക്ക് നാട്ടുകാരെ ചീത്ത പറയാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കത്തില്ല. അങ്ങനെ ഞാൻ എന്നും എനിക്കൊരു നേർച്ച. ഞങ്ങളുടെ വീട് ഒരു മലയുടെ മണ്ടയില്ല. അപ്പൊ അവിടെ നിന്ന് രാവിലെ ഒരു 6 മണിയാകുമ്പം ആറ്റിലോട്ട് ഇറങ്ങി വരുമ്പോൾ ഞാൻ എന്നും ഹല്ലേലൂയ പറയും. ആ ഹല്ലേലൂയ പറയുന്ന വെച്ചാൽ എനിക്ക് തോന്നുന്നത് അങ്ങേ മലയുള്ള ഞങ്ങളുടെ CSI പള്ളി വരെ കേൾക്കാം. 4 ചുറ്റും മലയാ. ആ മലയുള്ളവർ കേൾക്കട്ടെ എന്ന്. പക്ഷേ ഈ ഹല്ലേലൂയ സന്തോഷം പിശാചിന് ഇഷ്ടപ്പെടുകയല്ലെന്നുള്ളത് എനിക്ക്
കുറച്ച് ദിവസം കഴിഞ്ഞ് മനസ്സിലായി ആ ഹല്ലേലൂയുടെ പേര് പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കാൻ നാട്ടുകാർ വന്നു. അടുത്തുള്ള പാരമ്പര്യ ക്രിസ്ത്യാനികൾ വീട്ടിൽ വിളിച്ച് എന്നെ വഴക്ക് പറഞ്ഞു. അന്ന് കുറച്ച് നാളത്തെ ഞാൻ നിർത്തിവെച്ചു. പിന്നെ ഒരു ദിവസം എനിക്ക് സഹിക്കാൻ വേണ്ടിട്ട് ഞാൻ വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കും. പരിശുദ്ധാൻ പറഞ്ഞിടാ, നീ കള്ളു കുടിച്ചിട്ടല്ലല്ലോ എന്നെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, അവിടെ നീ ഇനിയും ധൈര്യത്തോട് സ്തുതിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ നാട് വിടുന്നിടം വരെ എന്നും 3 പ്രാവശ്യം ഹല്ലേലൂയ ഉറക്കെ പറയുമായിരുന്നു. അപ്പോൾ ഈ ബോംബെയിൽ വരാനുള്ള കാരണം എന്നാണ്? ബോംബെയിൽ വരാനുള്ള കാരണം ഞാൻ അതിനിടയ്ക്ക് 12th കഴിഞ്ഞിട്ട് ഞാൻ റേഡിയോഗ്രാഫി കോഴ്സിന് വേണ്ടി പഠിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് കോഴ്സ് കഴിഞ്ഞിട്ട് ബോംബെയിൽ ജോലിക്കായിട്ട് പോയതാണ്. അപ്പൊ ഞങ്ങളുടെ നാട്ടിലുള്ള ചില സഹോദരന്മാര് ബോംബെയിൽ ഉണ്ടായിരുന്നു. അവരങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഒരു നല്ല മെയ് മാസത്തിലാണ്. എനിക്ക് ഇസ്നോഫീലിയൊക്കെ ഉള്ള ചീറ്റിൽ നിമ്മലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ സാഹചര്യങ്ങളെല്ലാം മറന്നിട്ട് ജോലിക്കായിട്ടാണ് ബോംബെ പോയത്. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനായിട്ട് പോയി. പക്ഷെ ബോംബെയിൽ എനിക്ക് ഒത്തിരി പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ച് നല്ലൊരു യൗവനത്തിലേക്ക് ഇറങ്ങിയ സമയമായിരുന്നു. 23 വയസ്സൊക്കെ ആകുന്ന സമയമായിരുന്നു. എന്ന് പറഞ്ഞ എൻ്റെ ഇപ്പോഴത്തെ മകന് 23 വയസ്സുണ്ട്. ആ സമയത്ത് ബോംബെ ഞാൻ ജോലിക്ക് വേണ്ടി കയറിപ്പോയി. അങ്ങനെ 5 വർഷം ഞാൻ ബോംബെയില് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. പക്ഷെ ആദ്യം 1-2 വർഷം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു, പട്ടിണി കിടന്നു. ചിക്കൻ ബോക്സ് പിടിച്ച കാരണം എൻ്റെ റൂമിലുള്ള സഹോദരങ്ങള് എന്നെ അവിടുത്തെ ഒരു കസ്തൂർബ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇടുകയൊക്കെ ചെയ്തു. നോക്കാനും എടുക്കാനും ആരുമില്ലാതെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് കട്ടി ചാടി വെളി വന്നിട്ടുണ്ട്. എനിക്ക് താമസിക്കാൻ സ്ഥലമില്ലാതെ ഒരു വീട്ടിൽ കട്ട് കിടന്നിട്ടുണ്ട്. ചില വീട്ടിലെ അമ്മച്ചിമാർ എനിക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, അരിയോ, എനിക്കന്ന് സത്യം പറഞ്ഞ ചോറ് പോലും വെക്കാൻ അറിയത്തില്ല. ഓരോരുത്തർ കൊണ്ട് ഇങ്ങനെ തന്നും എടുത്തുമൊക്കെ കിളികളെ പോറ്റുന്ന പോലെ എന്നെ പോറ്റിയിട്ടുണ്ട്. പൈസയ്ക്ക് വേണ്ടി ഞാൻ അലഞ്ഞിട്ടുണ്ട്, ജോലിക്ക് വേണ്ടി അലഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്തും പോയി നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു 5 വർഷം ഞാൻ ബോംബെ ജോലി ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷമാണ് പല പ്രവാചകന്മാർ. അപ്പം ഈ ബോംബെ വെച്ചാണോ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണവും വിളിയും ഉണ്ടായത്? അതെ. എനിക്ക് ശരിക്കും പറഞ്ഞാല് നാട്ടിൽ വെച്ചും ഈ ആത്മീയമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ദേവദാസന്മാരൊക്കെ തലയിൽ കൈവച്ചൊക്കെ സുവിശേഷ വേലയുടെ കാര്യത്തൊക്കെ പറയുമായിരുന്നെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുകയോ എടുക്കുകയൊന്നും ചെയ്യത്തില്ല. കാരണം ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പ്രവാചകന്മാര് അങ്ങനെ പറയും, ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ എന്റെ തലയിൽ കൂടെ കറങ്ങുന്നുണ്ട്. ഞാൻ അങ്ങനെ പോയില്ല. പക്ഷെ ഞാൻ ബോംബെ ചെല്ലുമ്പോഴും ഞാൻ സത്യം പറഞ്ഞാൽ ഒരു നല്ല സുവിശേഷകനായിരുന്നു. എനിക്ക് ഇന്നത്തേനേക്കാളും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഞാൻ ബോംബെ നിന്നപ്പോഴത്തെ സുവിശേഷ വേലയിലുണ്ട്. കാരണം ഞാൻ ജോലി ചെയ്തുകൊണ്ട് രാത്രിയിലും സുവിശേഷ വേലയ്ക്ക് പോകായിരുന്നു, ബാച്ചിലേഴ്സിന്റെ റൂമിൽ പോകായിരുന്നു. എന്നെ അന്വേഷിച്ച് സഹോദരന്മാരൊക്കെ പ്രയാസപ്പെട്ടുണ്ട്. രാത്രി 2 മണിക്കും 3 മണിക്കും നോക്കിയിരുന്നിട്ടുണ്ട്. ഞാൻ ബന്ധിപ്പിക്കുന്ന സഹോദരന്മാരുടെ അടുക്ക് പോകായിരുന്നു, അങ്ങനെയൊക്കെ പോകായിരുന്നു. പക്ഷെ ഇതിനിടയ്ക്ക് പല ദേവദാസന്മാരൊക്കെ പറഞ്ഞെങ്കിലും പല പോരുകളും പോരാട്ടങ്ങളൊക്കെ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോൾ ലാസ്റ്റ് ദൈവത്തിന്റെ ആത്മാവിനോട് ശക്തമായിട്ട് താനയിൽ ഞാനൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് എന്നോട് ഇടപെടുന്നത് തന്നെ. അപ്പോൾ പാപത്തിന്റെ ചില വർഷങ്ങളൊക്കെ കയറി വരികയും എന്നെ പിടിക്കാൻ ശ്രമിക്കുകയും എന്നെ ഒതുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ ദൈവത്തോട് ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എബ്രായ ലേഖനം 12-ാം അധ്യായം 4-ാം വാക്യം ശരിക്കും ഞാൻ അനുഭവിച്ചു കൂട്ടത്തില്ല. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ശരിക്കും യുദ്ധം, മല്ലയുദ്ധം. ഞാൻ പല തീരുമാനങ്ങൾ ദിവസങ്ങളിൽ എടുത്തു. അതിലൊക്കെ എന്നെ വീഴ്ത്തിക്കാൻ പിശാച് പ്രവർത്തിച്ചു. കാരണം ഞാനൊരു മെഡിക്കൽ ഫീൽഡിലായിരുന്നുകൊണ്ട്, ഹോസ്പിറ്റലിലായിരുന്നുകൊണ്ട് ആ ലൈനിലുള്ള ആൾക്കാരൊക്കെ ആ രീതിയിൽ, ഈവൻ സത്യം പറഞ്ഞാൽ ബൈബിളിൽ പറഞ്ഞ ജോസഫിന്റെ, പൊത്തിഫറിന്റെ വീട്ടിലെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ഞാൻ ഇറങ്ങി ഓടിയിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ ശരീരം സത്യം പറഞ്ഞ തല മുതൽ കാല് വരെ ഞാൻ കൈവച്ച് ഓരോ അവയവങ്ങളെയും വെച്ച് പ്രാർത്ഥിച്ച് കൺട്രോൾ ചെയ്താണ് ബോംബെ എന്ന് പറഞ്ഞ പട്ടണത്തിൽ ഞാൻ ജീവിച്ചത്. അങ്ങനെ ഇന്നിപ്പം പാപത്തിന്റെ ശക്തി പിന്നെയും പിടിക്കാൻ വരുന്ന സമയത്തൊക്കെ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ പറഞ്ഞു, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നിന്റെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം വിട്ട് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നീ സ്ഥിരതയോട് ഓടുക. ദൈവത്തിന്റെ മനുഷ്യർ അത് വിട്ടോടി നീതി, സമാധാനം എന്നിവയെ പിന്തുടരുക. തിമോഥെയോസിൽ എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ശരിക്കും എൻ്റെ ജീവിതത്തില് ദൈവത്തെ അറിയാൻ തുടങ്ങിയപ്പോൾ സ്നാനപ്പെട്ടതിന് ശേഷമാണ് ശരിക്കുള്ള കഷ്ടത, അതായത് ക്രിസ്തീയ കഷ്ടത എന്താന്ന് ഞാൻ മനസ്സിലാക്കി. അതിനകത്ത് നിന്ന് ഞാൻ ദൈവകൃപ അനുഭവിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ബോംബെയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ദൈവാത്മാവിനെ ഇടപെടുകയും ഞാൻ തീരുമാനമെടുക്കുകയും അതിനിടയ്ക്ക് ഞാൻ ഒരു അസുഖം പിടിച്ച് ഞാൻ കടന്നു. ഏതാണ്ട് 8-9 ദിവസം കടന്ന് ബെഡ്സൂറായി പോയി.
ബാച്ചിലേഴ്സ് റൂമിൽ ആരും ശരിക്കും നോക്കാതില്ലാതെ ഞാൻ അപ്പോൾ ദൈവസ്ഥനെ സമർപ്പിച്ചു. കർത്താവെ, ഞാൻ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിക്കൊള്ളാം. അതിനു മുമ്പ് എന്റെ ചർച്ചിലെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ആ പാസ്റ്ററിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് ജോസഫിന്റെ അനുഭവം വെച്ച ഒരു വലിയൊരു ആലോചന ദൂത് എനിക്ക് തരുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു വലിയ ഒത്തിരി ഉണ്ട് സാക്ഷ്യങ്ങൾ പറയാനാണെങ്കിൽ, സമയച്ചുരുക്കം ഞാൻ ഇവിടെ നിർത്തുകയാണ്. അങ്ങനെ ആ ഭാഗം വിടുകയാണ്. അങ്ങനെയാണ് വിളിയിലേക്ക് ഞാൻ ഇറങ്ങിയത്. കർത്താവ് പറയാണ്, നീ വിട്ടോടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വിട്ടോടി ആ. ഭോപ്പാലിലുള്ള ബൈബിൾ കോളേജിൽ എത്തി എന്നാണ് എൻ്റെ അറിവ്. ആ. എപ്പോഴാണ് ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഏത് വർഷമാണ്? കുടുംബത്തിൽ വൈഫിന്റെ പേര്, മക്കള്, അവരെ കുറിച്ച് ഒരു ചെറിയ വിശകലനം ചെയ്യാം. തീർച്ചയായിട്ടും. പ്രൈസ് ദി ലോർഡ്. ഞാൻ അങ്ങനെ ഭോപ്പാലില് ആദ്യം 97 ഒന്ന് വന്ന് ഇവിടെ ബൈബിൾ കോളേജ് നോക്കാൻ വന്ന. ആദ്യം ഞാൻ ബൈബിൾ കോളേജ് ഇവിടെ വന്ന ഭോപ്പാലില് അച്ഛന്റെ ചർച്ച് എന്ന് പറയും, ഇന്ത്യ ഫുൾ ഗോസ്പൽ മിഷൻ. അപ്പൊ ഞാൻ ഇവിടെ വരാനുള്ള കാരണം, ഞാൻ ഇതിന്റെ ഒരു ബ്രാഞ്ച് ആയിരിക്കും ബോംബെ ക്രിസ്ത്യൻ അസംബ്ലി എന്ന് പറയും. ഡോക്ടർ CO ജേക്കബ് പാസ്റ്ററാണ് അവിടെ ബോംബെയിൽ. ആ ചർച്ചിലാണ് ഞാൻ കൂടിക്കൊണ്ടിരുന്നത്. ആ പാസ്റ്ററാണ് എന്നെ ഭോപ്പാലിൽ കൊണ്ടുവരുന്നത്. അപ്പൊ അച്ഛൻ എങ്ങനെ അറിവ് കിട്ടി, ഞാൻ ഇതുപോലെ ബൈബിൾ കോളേജ് പോകും. സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിൽ കടന്നുപോയി ബൈബിൾ കോളേജ് പഠിക്കാനുള്ള ഭയങ്കര ആഗ്രഹത്തിലായിരുന്നു. എനിക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷെ നാട്ടിൽ പോയി പഠിക്കണമെന്നാണ്. പക്ഷേ അച്ഛൻ എന്നെ എങ്ങനെ അവിടെ വന്നു, വിളിച്ചു, അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാനൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് വന്നു ബൈബിൾ കോളേജ്. പക്ഷെ എനിക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളൊന്നും ഒട്ടും ശകലം പോലും താല്പര്യം വന്നില്ല, ഇഷ്ടപ്പെട്ടുമില്ല. ഇവിടുത്തെ സാഹചര്യങ്ങളൊന്നും എനിക്ക് ഒട്ടും താല്പര്യം വന്നില്ല. ഞാൻ പിന്നെ തിരിച്ച് ബോംബെക്ക് പോയി. വീട്ടിൽ പോയതാണ്. പക്ഷെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ വയ്യാത്ത വലിയ പ്രശ്നങ്ങളുണ്ടായി. കാരണം ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ ഇന്നും ആരും വിശ്വാസീയത്തിലല്ല. എൻ്റെ പിതാവ് ഗൾഫിലായിരുന്നു, മമ്മി നാട്ടിലുണ്ട്. പക്ഷെ എല്ലാം പ്രശ്നമായതുകൊണ്ട് എനിക്ക് നാട്ടിൽ നിൽക്കാൻ വയ്യാതെ, അത് വേറൊരു വലിയൊരു സ്റ്റോറിയാണ്. ഞാൻ അങ്ങനെ ബോംബെ തിരിച്ചു വന്ന്, ബോംബെ ഞാൻ 2 അപ്പച്ചന്മാരെ അവരുടെ വീട്ടിലും ഹോസ്പിറ്റലിലും ശുശ്രൂഷിച്ച് അവിടുന്ന് ലഭിക്കുന്ന ഭക്ഷണം കൊണ്ട് ലഭിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്നു. അങ്ങനെ 98 മുതൽ ഞാൻ IFGMന്റെ ബൈബിൾ കോളേജ് പഠിക്കാനിടയായിരുന്നു. പക്ഷെ ഒരു വർഷം കഴിഞ്ഞു. 2ാമത്തെ വർഷമായപ്പോഴാണ് എനിക്ക് കല്യാണാലോചന വരുന്നത്. കാരണം ഞാൻ ബോംബെയില് നാട്ടിൽ പോകാതെ വെക്കേഷന് ഞാൻ ബോംബെയിൽ അവിടെയുള്ള പാസ്റ്ററിന്റെ കൂടെ ചേർന്ന് നിന്ന് വേല ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അങ്ങനെ ഒരു പരിചയമുള്ള പ്രവാചക പാസ്റ്റർ ഇങ്ങനെ ഒരു ദിവസം എന്നോട് ചോദിച്ചു, പാസ്റ്റർ എത്ര വഴി? അന്ന് എനിക്ക് 27 വയസ്സുണ്ട്. ഒരു പെൺകുട്ടിയുണ്ട്, പാസ്റ്റർ ചേരുമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് ചുമ്മാ തമാശന് കാണാനൊക്കെ പോയി. അത് വലിയൊരു സ്റ്റോറിയാണ്. കാണാൻ പോയി, അവിടെ കണ്ടു. ഇങ്ങനെ ഒന്നും വലിയ നിശ്ചയമൊന്നും ചെയ്തില്ല, താല്പര്യവും പറഞ്ഞില്ല, ഹായും പറഞ്ഞില്ല, നായും പറഞ്ഞില്ല. അങ്ങനെ ഒരു രീതി ഞങ്ങൾ തിരിച്ചിങ്ങനെ പോരുന്നു. പക്ഷെ പിന്നെ അത് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യും. പിന്നെ അവരുടെ വീട്ടുകാർ ഞങ്ങളെ വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ ഒത്തിരി പ്രയാസമൊക്കെ ഉണ്ടായി. 99-ലാണ് എന്റെ വിവാഹം കഴിയുവാനിടയാ തീർന്നത്. വൈഫും എന്റെ കുഞ്ഞുങ്ങളുടെയും കാര്യം ഒന്ന് പറയാം. വൈഫിന്റെ പേര് കുഞ്ഞുമോൾ എന്നാണ്. ഒഫീഷ്യൽ പേര് ബീന എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ എന്റെ ഗ്രാജുവേഷൻ 2001 ആ സമയത്ത് എനിക്ക് മകള് ജനിപ്പാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം നാട്ടിലെ മകൾ ജനിക്കുന്ന സമയത്ത് ഒരു വലിയ ആക്സിഡന്റ് എന്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ എന്റെ ഗ്രാജുവേഷന്റെ സമയമാണ്, എക്സാമിന്റെ സമയത്താണ് എന്റെ വൈഫിന്റെ ഡെലിവറിയുടെ ടൈം നാട്ടില്. എന്റെ വൈഫ് ആ സമയത്ത് ബോംബെ ജോലിയാണ്. അവള് ബോംബെയിൽ ഒരു വലിയൊരു ചന്ദൻ സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. അതിന്റെ ഓഫീസിലെ ചാർട്ടേഡ് അക്കൗണ്ട്സിന്റെ അസിസ്റ്റന്റ് ആയിട്ട് അവള് ജോലി ചെയ്യായിരുന്നു വൈഫ്. അതിനുശേഷം വൈഫ് ബോംബെയിൽ തന്നെ ജോലി ചെയ്യുന്നു. ഞാൻ സുവിശേഷം നോർത്ത് ഇന്ത്യയിൽ ചെയ്യുന്ന ഒരു അനുഭവത്തിൽ പഠിക്കുകയും വേല കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഗ്രാജുവേഷന്റെ സമയത്ത് എന്റെ വൈഫിന്റെ ഡെലിവറിയും ഞാൻ ഡെലിവറിക്ക് മകളെ കണ്ടു. തിരിച്ച് ഞാൻ വീട്ടിൽ വന്നു. 5 ദിവസത്തിന് ശേഷം ഞാൻ മകളെ കാണാനായിട്ട് വീണ്ടും കുളത്തുപുഴയാണ് വൈഫിന്റെ വീട്. പോകുന്ന സമയത്ത് പുനരൂരും കഴിഞ്ഞ് ഉറുഗു എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് വലിയൊരു ആക്സിഡന്റ് ഉണ്ടാകാൻ ഇടയായി തീർന്നു. ആ ആക്സിഡന്റ് നടക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് എന്റെ വൈഫ് ഒരു ദർശനം കാണുന്നുണ്ടായിരുന്നു. എന്റെ വൈഫ് കുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്ക് ബോംബെയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു സ്വപ്നം കണ്ടിട്ട് പേടിച്ച് അലറി എഴുന്നേറ്റപ്പോൾ വൈഫിന്റെ അമ്മയാണെങ്കിലും വഴക്ക് പറഞ്ഞത്. അങ്ങനെ നീ പേക്കിനാതെ കണ്ടാന്ന് വഴക്ക് പറഞ്ഞ് നീ കിടന്നുറങ്ങാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉറുകുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ലോറിയുമായിട്ട്, നാട്ടിലൊക്കെ അപകടം എന്ന് പറഞ്ഞാൽ ചെറിയതൊന്നുമല്ല, നല്ല സ്പീഡിൽ അങ്ങോട്ട് ചെന്ന സമയത്താണ് ലോറിയുമായിട്ട് കൂട്ടിയിടിച്ച് ഹെൽമെറ്റ് വരെ പൊട്ടിപ്പോയി. ഒരു പുത്തൻ ബൈക്കാണ് 0-100. അതിന്റെ പെട്രോൾ ടാങ്കി വരെ പൗഡർ പോലെ അങ്ങ് ചളുങ്ങിപ്പോയായിരുന്നു. ആ വലിയ ആക്സിഡന്റില് ഞാൻ മരിച്ചുപോയെന്ന അവിടുത്തെ ആൾക്കാർ പറഞ്ഞു. എന്ന് വെച്ചാൽ എന്റെ വാഹനത്തിന്റെ പുറകില് ഒരു ഫിയറ്റ് കാർ വരുന്നുണ്ട്. അതിൽ 5-6 ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവരും എങ്ങാണ്ട് പോവാണ് തെന്മല സൈഡിലോട്ട്. മുഴുവൻ റോഡ് ബ്ലോക്ക് ആയപ്പോൾ അവരിറങ്ങി എന്നെ നോക്കി പറഞ്ഞു ആള് പോയെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം നാട്ടിലെ രീതി നമുക്കറിയാമല്ലോ, അവിടെയുള്ള ജീപ്പ്, മലയോര സ്ഥലങ്ങളൊക്കെ ഓടുന്ന ജീപ്പില് എന്നെ എടുത്തിട്ടു. 2-3 പേരെ ജീപ്പിൽ ഇരുന്നു. എന്റെ ബോഡി എടുത്ത് അവരുടെ മടി വിളിച്ചു. എന്റെ കാലെല്ലാം അരയ്ക്ക് താഴോട്ട് ജീപ്പിന് വെളി കിടക്കുക. ഇവരും കോട്ടയം മെഡിക്കൽ കോളേജിന് പോകുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ച് എനിക്ക് ജീവൻ അത് തിരിച്ചു കിട്ടുകയും
രണ്ടാമത് അവരെന്നെ പുനലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് കയറ്റുകയും അവർ ചെക്ക് ചെയ്ത് മുഴുവൻ എക്സ്റേ എടുത്തപ്പോൾ എൻ്റെ ഒരെല്ല് പോലും ഒടിഞ്ഞിട്ടില്ല. എനിക്ക് ഒരു സ്റ്റിച്ച് പോലും ഇടുന്ന മുറിവും വന്നിട്ടില്ല. പക്ഷേ അടിച്ച ആഘാതത്തിൽ എൻ്റെ ബോധമെല്ലാം നഷ്ടപ്പെട്ടു പോയായിരുന്നു. അങ്ങനെ ഇവർ പറഞ്ഞത് മരിച്ചുപോയി എന്ന് പറഞ്ഞു. പക്ഷേ എന്തോ എനിക്കറിയാം, ഡോക്ടർമാർ ഇതെല്ലാം ഞാൻ കേട്ടതാണ്, പിന്നെ അവിടുത്തുകാർ പറഞ്ഞതുമായ കാര്യങ്ങൾ. പിന്നെ രാത്രിയിലാണ് എൻ്റെ വീട്ടുകാർക്ക് നാട്ടിൽ കിട്ടിയ അറിവെന്ന് പറഞ്ഞ പോലീസുകാർ വിളിച്ചു പറഞ്ഞ ആൾ പോയെന്നുള്ള രീതിയിലാണ്. കാരണം നാട്ടിൽ ഇത്രയും ആക്സിഡന്റിൽ ആരും രക്ഷപ്പെടുകയില്ല. കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് പൊക്കോ, നിങ്ങൾ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അലമുറയായി അല്ലെ പ്രയാസമായി അവര് എൻ്റെ ബോഡി കാണാനായിട്ട് നാട്ടിലോട്ട് തിരിക്കുമ്പോഴാണ് എന്നെ കൊണ്ടുപോയ ആൾക്കാരെ എൻ്റെ ഡയറിയിൽ നിന്ന് നമ്പർ എടുത്ത് എൻ്റെ വീട്ടിൽ വിളിക്കുന്നതും പിന്നെ അവർ പുനലൂർ വരുന്നതും. പിറ്റേ ദിവസം തന്നെ ഞാൻ ഡിസ്ചാർജായി വൈഫും കുഞ്ഞും ഹോസ്പിറ്റലിലായിരുന്നു. അവരെയും കൊണ്ട് എന്നെ കാണിച്ച് ഞങ്ങളെല്ലാം ഒന്നിച്ച് ഡിസ്ചാർജ് ആയിട്ടാണ് പിന്നെ വീട്ടിൽ തിരിച്ചു പോയത്. Praise the Lord. ഓർഡിനറി പീപ്പിൾ എക്സ്ട്രാ ഓർഡിനറി കോളിംഗ് എന്ന ഈ സംഭാഷണ പരമ്പര നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ജീവിതാനുഭവങ്ങളെ പങ്കുവച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോജി സി മാത്യു അവറുകളോടും താനുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ട എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പാസ്റ്റർ CP മാത്യു അവറുകളോടുള്ള നന്ദി അറിയിക്കുകയാണ്. നിങ്ങളെ ദൈവം ശക്തമായിട്ട് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കട്ടെ. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ബന്ധുമിത്രാദികളുമായി പങ്കുവയ്ക്കണമെന്ന് ദൈവനാമത്തിൽ ഒരു പ്രാവശ്യം കൂടി ഓർപ്പിക്കുകയാണ്. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവരിലേക്ക് ഈ സാക്ഷ്യങ്ങളെ, ഈ അനുഭവങ്ങളെ എത്തിക്കണമെന്ന് ദൈവനാമത്തിൽ വിനയമായി ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സംഭാഷണ പരമ്പര ഒരു പ്രചോദനത്തിന് സ്വർഗത്തിലെ ദൈവം കാരണമാക്കട്ടെ എന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു ഓൾ.